മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് തമിഴ്നാട് ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യൻ റിപ്പോർട്ടറിനോട്. ബില്ലിനെതിരെ കേരളവും തമിഴ്നാടും ഒരുമിച്ച് പോരാടും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മാറ്റി നിർത്താനാണ് ശ്രമം. തെരഞ്ഞെടുപ്പിൽ ദില്ലി സഖ്യവും തമിഴ്നാട് സഖ്യവും തമ്മിലാണ് പോരാട്ടമെന്നും മാ സുബ്രഹ്മണ്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഫ്ലക്സുകളില്ല, പോസ്റ്ററുകളില്ല. പകരം കാൽനടയായുള്ള പ്രചരണ യാത്രകൾ, വാഹന പ്രചരണ യാത്രകൾ, കോർണർ പൊതുയോഗങ്ങൾ എന്നിങ്ങനെ മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടുത്തെ ആരോഗ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യന്റെ പ്രചരണ റാലിയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ ലീഗിന്റെ ആളുകളുണ്ട്, മറ്റ് കക്ഷികളുണ്ട്. 10-ലേറെ കക്ഷികൾ ഈ സഖ്യത്തിലുണ്ട് എന്ന് നമുക്കറിയാം. DMK സഖ്യത്തിൽ ഇവിടെ തുടർച്ചയായി ജയിച്ചു വരുന്ന ആളാണ് മാ സുബ്രഹ്മണ്യൻ എന്നുള്ളതാണ്. ബ്ലാക്ക് ഫ്ലാഗ് പ്രൊട്ടസ്റ്റ് ഇനി തുടരുമോ സാർ? இல்ல மாண்பு முதல்வர் சொல்லியிருக்கார், நிச்சயமா இந்த போராட்டம் தொடரும், இதில் வெற்றி கிடைக்கிற வரை தொடரும் என்று சொல்லியிருக்கார். കേരള തമിഴ്നാട് ഒരു കൂട്ടായി ഒരു പോകുമോ? இல்ல நிச்சயமா ஏற்கனவே இதில் எல்லாருமே ஒருங்கிணைந்து இருக்கிறார்கள். கேரளாவா இருந்தாலும், ஆந்திராவா இருந்தாலும், தெலுங்கானாவா இருந்தாலும், கர்நாடகமா இருந்தாலும் எல்லாருமே ஒருங்கிணைந்து கண்டிப்பா கண்டிப்பா. சார் எങ്ങനെ ஒரு விஜய் ஒரு பிரதீட்சை எக்ஸ்பெக்டேஷன் என்ன சார்? இல்ல இங்க ஒண்ணும் இல்லைங்க. தமிழ்நாட்டை பொறுத்தவரை ஏற்கனவே மாண்புமிகு தமிழ்நாட்டின் முதல்வர் சொல்லியிருக்கிறார், வெல்வோம் 200 படைப்போம் வரலாறு என்று சொல்லியிருக்கிறார். இது ஏதோ வார்த்தை அலங்காரத்திற்காக சொல்லப்பட்ட ஒன்று அல்ல. கடந்த டெபினட்டா 234 234 கூட வெற்றி பெறுவதற்கு வாய்ப்பு இருக்கிறது. இது சைதாப்பேட்டை சட்டமன்ற தொகுதி. இந்த சைதாப்பேட்டை சட்டமன்ற தொகுதியில் என்னை பொறுத்தவரை நான் 1977 ஆண்டு முதல் தேர்தல்களை கணித்து வருகிறேன். 1977 முதல் அதாவது ஒரு வாக்காளனாக மட்டுமல்ல, கட்சியின் முகவராக, வேட்பாளராக பலமுறை தேர்தல் களங்களை கண்டிருக்கிறேன். எப்போதும் இல்லாத எழுச்சி இப்போது இருக்கிறது. நிச்சயம் மிக பெருவாரியான வாக்குகள் வித்தியாசத்தில் திமுக. தில்லி டீம், தமிழ்நாடு டீம் தமிழ் போராட்டம் டெபினட்டா ஏற்கனவே முதல்வர் சொன்னதுதான், இது டெல்லிக்கும் தமிழ்நாட்டுக்குமான போராட்டம். நிச்சயம் தமிழ்நாடு வெல்லும். ഉദയസൂര്യനാണ് DMKയുടെ ചിഹ്നം. 240 മണ്ഡലങ്ങളിൽ 243 വിജയം ഉറപ്പാണ്. ഒരിക്കൽ കൂടി സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകും എന്നാണ് സുബ്രഹ്മണ്യൻ പറയുന്നത്. DMKയുടെ ആത്മവിശ്വാസം വളരെ വലുതാണ്. ഏതായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ദില്ലി സഖ്യവും ഒപ്പം തമിഴ്നാട് സഖ്യവും തമ്മിലാണ് മത്സരം. അതിൽ തമിഴ്നാട് സംഘം തന്നെ വിജയിക്കും എന്ന് ആവർത്തിച്ചു പറയുകയാണ് സ്ഥാനാർത്ഥികൾ. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗം കേരളത്തിൽ നിന്നൊരൽപ്പം വ്യത്യസ്തമാണ് തമിഴ്നാട്ടിൽ എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ചെറിയ ഗല്ലികളിലൂടെയൊക്കെ കാൽനട പ്രചരണങ്ങളാണ് കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇവർ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ, ചെന്നൈ.